ആണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. 2 വാക്യങ്ങളും കൂടെ വായിക്കും. എബ്രായർ 1:3. അവന്റെ തേജസ്സിന്റെ പ്രഭയും സത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടാക്കി കഴിഞ്ഞു. ചേർന്ന് പറഞ്ഞേ, ഞാൻ അതിനുവേണ്ടി നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നൊരു കർത്താവ്. പാപത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നതല്ല, പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞ്, ഞങ്ങളുടെ പാപത്തിന് പരിഹാരം അവൻ വരുത്തി കഴിഞ്ഞു. ഇനി ഞങ്ങൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുകയല്ല, ഈ പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ള തിരിച്ചറിവ് പ്രാപിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചപ്പോൾ നിനക്ക് ലഭിച്ചത് ഈ പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കണം. കൊലോസ്യ ലേഖനം 1:17. പാപപരിഹാരം പ്രാപിച്ചവൻ എന്ത് ചെയ്യണമെന്നും കൂടെ ഉണ്ട്. അതിലേക്കും കൂടെ വന്നിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കണം. സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സകലത്തിനും ആധാരമായിരിക്കും. സർവ്വത്തിനും മുൻപേ, സകലത്തിനും മുൻപേ ഉള്ള യേശു കർത്താവ്. സകലത്തിനു മുൻപേ. അപ്പം ഈ 2000 ചില്ലാനം വർഷങ്ങൾക്ക് മുൻപേ അവനുണ്ടായിരുന്നു. മറിയയുടെ ഉദരത്തിൽ പിറക്കുന്നതിന് മുൻപേ ഈ കർത്താവ് ഉണ്ടായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ ദൈവമായിരുന്നു. ഈ ദൈവം തന്റെ ജനത്തിന് സർവശക്തനായ ദൈവമാണ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനും കഴിവില്ലാത്തവനുമായി ചില കാര്യങ്ങൾ പ്രവർത്തിക്കാം, ചിലത് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരു ദൈവമല്ല. അവൻ സകലതും പ്രവർത്തിക്കുവാൻ കഴിവുള്ള, അധികാരമുള്ള ഒരു സർവശക്തനായ യേശുവാകയാൽ ഈ പകൽ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്.